അല്ല ബഷീറേ, ഇപ്പൊ ഇവിടെയാണ്. അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിന് വിടാൻ എന്താണ്? നമ്മള് കുവൈറ്റിൽ ജയിലില്ല, കുവൈറ്റിന് വിടാന്. കള്ള സൂറേ, അനക്കൊരു ബാട്ടുണ്ടല്ലടാ. ആ, സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ. അമ്മാര് തുണി ഒന്നും ചെയ്യണ്ട, ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടോക്ക് അതൊക്കെ ജുബ്ബ അടിക്കാവേ, ജുബ്ബ. ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ കൺട്രി ആനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. എന്താണ് ചങ്ങായി, അറബിയുടെ കുപ്പായോ? ജുബ്ബൊക്കെ കൊടുക്കണോ? അത്ര ഇതുവരെ. ആ മതി മതി. 31. കുവൈറ്റിൽ 44 ഉണ്ടായി. പണ്ടാരാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31ആയി. എന്താ കഴിച്ചിട്ട് മുറുക്കണി മര്യാദക്കാണ് കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്താളെ മയ്യത്തായില്ലേ കൊഴുപ്പ്. ഈ പന്നി ഇന്നെ പറ്റി എന്റെ പറഞ്ഞില്ല. അതിനെ എന്നോട് ഞമ്മള് പോട്ടെ, ഞമ്മള് മറ്റന്നാൾ വരാം കേട്ടാ. ഓന്റെ ഒരു പത്രാസ് നമ്മൾ വരട്ടെ, നമ്മൾ വരച്ചാ പത്തൊക്കെ നമുക്ക് അത് മൂത്താപ്പ. പണ്ട് ഞമ്മൾ കൊണ്ടോട്ടിൽ വന്നിട്ടുണ്ട്. പൂക്കോട്ട് പഠിക്കലെ കാതന്റെ മോളെ നിക്കാഹിനി. അനക്കറിയോ? കള്ള പൊന്നിയോളാ. നിക്കാഹ് നടന്നില്ല മോനെ. ഞമ്മള് ബക്കാനുണ്ടാക്കിട്ടാ നിക്കാഹ് നടക്കാഞ്ഞേന്ന ഓരോ പറച്ചില്. ഞമ്മടെ പായാലും നാവ് നന്നല്ല കൊണ്ടോട്ടിക്കാരൻ മൊട്ടത്തലം പറയാ. കടി ചൂനെ ഇവിടെയുള്ളവർക്ക് അറിയാം. അന്നെ കണ്ടപ്പോ തോന്നി നല്ല ബർക്കത്തുള്ള ഒരു മോനാന്ന്. പിന്നെ തുണി വെട്ടി മാറ്റണ കസനങ്ങളില്ലേ, അതുകൊണ്ട് എനിക്കൊരു കുപ്പായം തയ്ച്ചു തരൂ. ഉമ്മ എന്താണ്ടാ അനക്ക് പിടിച്ചില്ലേ? തരൂ അസീസേ. ആ, ഞമ്മള് പറഞ്ഞില്ലേ ഈ നല്ല ബർക്കത്തുള്ള മോനാന്ന്. ദാ കുപ്പായത്തിന്റെ അളവ്. മോനെ, ഈ ഹമുക്കിന്റെ അടുത്ത് കൊടുത്തു വിട്ടാ മതി. ന്യൂസ് കേട്ട ബൈക്ക് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളെ നിസാൻ കാറിൽ കയറ്റി സ്പീഡില് ഫുൾ സ്പീഡില് ഓട്ടിച്ച് വരികയാണ്. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി വരികയാണ്. മഴ പെയ്യും പോലെ എന്റെ മുത്ത് നേരെ ബോംബ് ഇങ്ങനെ പുകയാണ്. ഇടത്തുനിന്നും പല ബെൽപ്പത്തിൽ അതൊക്കെ വെട്ടിച്ച് 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 നമ്മൾ സൗദിയുടെ ബോംബിലെത്തി. അതാണ് നമ്മൾ നേരെ എതിരൊരു ടാങ്കർ ഇഷ്ടം പറഞ്ഞു നമ്മൾ ബ്രേക്ക് കാരണട്ടോ പൊട്ടാളി ടാങ്കറിന്റെ അവിടുന്നു ഒരാളും ഇങ്ങോട്ട് വന്നു. പറയാൻ വയ്യ മൊയ്തൊക്കെ രോമ എണീച്ച് നിൽക്കണ്. ആളെന്ന് പറഞ്ഞാല് ഒരു 7 അടി ഉയരുണ്ടാവും. കയ്യും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച്. ഓ, ആരാണെന്ന് ചോദിക്കുന്നായേ? ആരാണ് നിങ്ങൾ പറയും? സദ്ദാം ഹുസൈൻ. അതാണ്. എന്റെ ഗുരുവായൂരപ്പാ നമ്മളോട് ചോദിക്കാണ് വേറെ ഗോയിങ്. തിരിച്ചെന്ത് പറഞ്ഞു? നമ്മളപ്പ തന്നെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത്. അപ്പൊ സദ്ദാം ചോദിക്കാണ് യു ഇന്ത്യൻ കൺട്രി. അപ്പൊ നമ്മൾ പറഞ്ഞു ഗോ. മമ്പറത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ചൊരൊറ്റ വിടല് വീട്ട്. മീനിപ്പം വില വളരെ കുറവാണല്ലേ? കുറവായാലും കൂടുതലായാലും കണക്കാ സീസിന്റെ പോവും. അല്ലല്ലേ എന്ത് നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കി അതിനൊക്കെ എന്റെ കെട്ടിയോൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തു വിടറോ. ചിലക്കാട് പോയി ചാരാൻ പറയേ. പെണ്ടി തരാ ഈ പറയണ ചെയ്യണു. അല്ല മനസ്സിലായില്ല. എന്ത് തെണ്ടിത്തരം? ഓക്കെപ്പോഴും പണ്ടാരടങ്ങുന്ന സോക്കേടാണ്, ജേക്കലാണ്. ചാവും പകലും പട്ടിനെ എന്നിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക. അതിനാണ് ഡോക്ടർമാരെ കാണിക്കേണ്ടത്. ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ ഞമ്മക്ക് വേറെ പെണ്ണിട്ട് കൂടെ? നമ്മൾ ആളല്ലേ? നമ്മൾ വേറെ നിക്കാതിരിക്കാൻ പോവുക.
ആലോചന വല്ലതും ഉണ്ടോ? ആ ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാന്റെ മോള് ആമിനായാലെന്താന്നൊരു തോന്നലുണ്ട്. എടാ മഹാഭാവി, നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. അതിനെന്താ, നിങ്ങളെ പോലെയാണ് ഞമ്മള്. പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ, അല്ലേ? ഒരു 18 മനസ്സപ്പൊ നീ ഞമ്മക്ക് ഇത്തിരി നീങ്ങിയിരുന്നോ. അതിന് മൂരി സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കോ? നായരെ ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കോ? ഒന്ന് പറഞ്ഞു കൊടുക്കേ. ഇപ്പം പൂതി പറയണല്ലേ. ഇനിയിപ്പൊ മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവന് പിടിച്ചു കൊടുക്കാൻ പാത്തുമ്മ സമ്മതിക്കൂല. അല്ലോ, ഈ കുഞ്ഞലിവിനെ കെട്ടണമെന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങള് ക്യൂ നോക്കൂ. അറിയാം മോനെ, ഒന്ന് അങ്ങോട്ട് മാറി, നമ്മളൊന്നങ്ങോട്ട് പോട്ടെ. നിങ്ങളെയും വിളിക്കണേ നിൽക്കാന്. നെയ്ച്ചോറും ബിരിയാണി വന്ന് ആക്കിക്കൊള്ളേ കേട്ടാ. അന്യം വിളിക്കട്ടെ കേട്ടോ മോനെ. പോട്ടെ. ആ. ആരാ? ഞാനാ, വാതിൽ തുറക്ക്. നീ എന്താ രാത്രി പുറത്ത്? വാതിൽ തുറക്ക്, പറയാം. കേറ്. ഒരാളൂടെ ഉണ്ട്. ആരാ? കേൾക്കോ? പക്ഷേ തുണി മാറ്റാൻ. മാഷ്. അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. ആഹാ. അസീസ, നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഏയ്, ഞാനിന്ന് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിനിച്ച് കളിക്കണം? പണ്ടാറ് നിൽക്കണ്ടും. ആ ആ, അതൊക്കെ പിന്നെ ആ, ഒന്ന് മുട്ടി. വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞുണ്ണി ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ. അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം. ആ. അല്ലേ? അസീസ, നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാതിന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മാഷേ? ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. അതെന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോസിക്കാന്റെ മോള് ആമിനെ എങ്ങനെ? എന്റെ അസീസ്, നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പ മൂര് ഹൈദ്രോസ്. എന്റെ അസീസെ, ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ? ശരിയല്ലേ? ഇതിലുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനിത് കുടിക്കാൻ. അവരുടെ പെരട്ട നഗരെ കുടിച്ചാ മതിയാക്കും കഷണ്ടി.